ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു പേഴ്സണോട് എഫെക്ഷൻ തോന്നുന്നു. മേ ബി നിങ്ങളൊരു മാരീഡായ പേഴ്സൺ ആയിരിക്കാം, ബട്ട് സ്റ്റിൽ ആരെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ആ ഒരു വ്യക്തിയെ അറിയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ അവരോട് ഒരുപാട് അട്രാക്റ്റ് ആവുന്ന പോലെ, നമ്മൾ വിചാരിച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചാലും ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടോ മാറിപ്പോകാൻ സാധിക്കാത്തൊരവസ്ഥ, അങ്ങനെയുള്ളവർക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ട്വിൻ ഫ്ലെയിം ആണോ അതോ കാർമിക് ആണോ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ മാറാൻ സാധിക്കാത്തത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് നോക്കുക. ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ എനർജി നോക്കുക, നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കുക. അതുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് റീഡിങ്ങിൽ വരുന്നതെങ്കിൽ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 7 of Cups, 9 of Pentacles, Queen of Wands, Queen of Pentacles, 6 of Pentacles, 9 of Swords, the Moon, 4 of Wands. ഇത്രയാണ് ഇവിടെ റീഡിങ്ങിൽ ലഭിച്ചിരിക്കുന്ന കാർഡ്സ്. ഈ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് ഒരുപാട് ഡ്രോൺ ആവാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു പ്രസൻറ്റ് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ, അത് ചെറിയ കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ പാഷനായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം നിങ്ങൾ. അപ്പോൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച ഒരു ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങളായിട്ട് യോജിച്ചു പോകുന്ന ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ നമുക്ക് ചില പേഴ്സണിൻ്റെ അടുത്ത് ഒരുപാട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ബിക്കോസ് നമ്മുടെ ആ ഒരു ആശയങ്ങളുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സും ഫീലിങ്സുമായിട്ട് ബാലൻസ് ആകുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ തോട്ട്സൊക്കെ ആയിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൻ്റെ അടുത്ത് പെട്ടെന്നൊരു അട്രാക്റ്റ് ആവാനും അല്ലെങ്കിൽ പെട്ടെന്ന് അടുപ്പം കാണിക്കാനും സാധിച്ചതായിട്ട്. ഇപ്പോഴത്തെ ഒരു നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബാലൻസ് മീൻസ് നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് മാറി നിന്നാലും മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് മാറി നിന്നുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണായിട്ട് അകന്ന് നിന്നുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യണ ഒരു രീതിയൊക്കെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്കതിന് പറ്റാത്തൊരു രീതിയിൽ, അതായത് ആ പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്ക് എന്തോ ഒരു ഡിലേ വരുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ എന്തോ ഒരു ഫീലിംഗ് കുറവുള്ള പോലത്തെ ഒരു ഫീലിംഗ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഉണ്ട്. ഒരു ഫുൾഫിൽമെൻറ്റ് ഇല്ലാത്ത ഒരു രീതിയിൽ ആണ് ആ ഒരു പേഴ്സൻ്റെ ഒരു സാമീപ്യം ഇല്ലാതാകുമ്പോൾ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ ആ ഒരു പേഴ്സണായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു തരം കാർമിക് റിലേഷൻ അല്ലെങ്കിൽ സോൾമേറ്റ് റിലേഷൻ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഒബ്സസീവ് ആവാണ് ആ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിൽക്കുന്നത് ഈ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് കൊടുക്കാനും അല്ലെങ്കിൽ ആ വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്നൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്നാൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്, ആ ആൾക്ക് സ്നേഹവും റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ആൾ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടും സാഹചര്യങ്ങളെ നോക്കുന്നു, ചുറ്റുപാടുകളെ നോക്കി നിൽക്കുന്ന ഒരു രീതിയാണ് കാണാൻ സാധിക്കുന്നത്. അവർ കുറച്ചും കൂടി മെച്യൂർഡായ ഒരു പാത്താണ് ഫോളോ ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ അതിന് അനുവദിക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നില കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് ആളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വരുന്നൊരിത് കാണുന്നുണ്ടെങ്കിലും, ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും അതിനെല്ലാം കുറച്ചും കൂടി കൺട്രോൾ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളും നോക്കിക്കൊണ്ട് മാത്രമാണ് ആ വ്യക്തി പ്രവർത്തിക്കുന്നത് ഇവിടെ. ഈ ഒരു റിലേഷൻ ഉണ്ടാകാൻ കാരണം അത് സോൾമേറ്റ് ആണോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ലൈഫ് നിങ്ങളെ പഠിപ്പിക്കാനാണ്. അപ്പോൾ മേ ബി നിങ്ങളുടെ ഈ ലൈഫിൽ നിങ്ങൾ ഒരുപാട് കൊടുക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് മുന്നിൽ നിന്നുള്ള വ്യക്തിയിൽ നിന്ന് ഇതുവരെ സ്നേഹം കിട്ടിയിട്ടില്ലാത്തൊരിതായിരിക്കും. നിങ്ങളൊരുപാട് കൊടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിനനുസരിച്ച് കിട്ടാത്തൊരു റിലേഷൻഷിപ്പിലൊക്കെ വന്നൊരു വ്യക്തിയാകണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളത് ലവ് കൊടുക്കാൻ തയ്യാറാകാത്തൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ എന്തായാലും ഒരു കൊടുക്കൽ വാങ്ങൽ എന്നുള്ള രീതിയിലേക്ക്, ഒരു മ്യൂച്വൽ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തി വന്നിരിക്കുന്നത്.
എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരുപാട് ഫിയർ ഫാക്ടേഴ്സും അല്ലെങ്കിൽ ആങ്സൈറ്റിയും പ്രശ്നങ്ങളും എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മിഥ്യാധാരണകളും അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻസും ഒക്കെ അവരും ഫേസ് ചെയ്യുന്നുണ്ട് ഒരുപോലെ തന്നെയായിട്ട്. എന്താണ് തീരുമാനം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ തീരുമാനം എടുക്കുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സപ്പോർട്ടീവായൊരു ഇതിലായിരിക്കണം എന്നില്ല നിൽക്കുക. നിങ്ങളതൊരു ഫ്യൂച്ചർ ഇതിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മോസ്റ്റ്ലി മാരീഡായ പേഴ്സൺസിൻ്റെ ലൈഫിൽ പിന്നീട് അവർ കണ്ടുമുട്ടിയ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാനാണ് ഇവിടെ സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. ബൈ ചാൻസ് ഇപ്പോൾ ഇത് സിംഗിൾസ് ആണ് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതെങ്കിൽ മേ ബി അവർക്ക് ആ ഒരു ലൈഫിൽ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കൊരു ഔട്ട്കം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം എന്ന് പറയുന്നത് ഒരു റീയൂണിയൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരു സോൾമേറ്റ് കണക്ഷൻ, കാർമിക് കണക്ഷനൊക്കെയാണ് കാണുന്നത്. അതെല്ലാം ഇത് മാരീഡായ പേഴ്സൺസ് ആണ്. അവർക്ക് ഈ ഒരു സാഹചര്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ്. അതായത് ആ കോണ്ടാക്റ്റ് നിങ്ങൾ ചിലപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഉള്ളൊരു ബന്ധത്തിലേക്ക് നീങ്ങാനോ അല്ലെങ്കിൽ ആ ബന്ധം അവിടെ വെച്ച് നിങ്ങൾക്ക് നിർത്താനുള്ളൊരു സാഹചര്യങ്ങൾ യൂണിവേഴ്സ് ഒരുക്കി തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പല വ്യക്തികളും ചിന്തിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ ആ റിലേഷൻഷിപ്പ് ശരിയല്ല, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം, പക്ഷേ എന്തുകൊണ്ട് ആ വ്യക്തിയോട് എനിക്കൊരു കണക്ഷൻ തോന്നുന്നു എന്നുള്ളൊരു റീഡിംഗ് ആയിരുന്നത്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യമായിട്ട് നോക്കുക, റെസനേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി ഒന്നും റെസനേറ്റ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് ഇത് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.